പാൽപ്പൊടി കൊണ്ട് ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഗുലാബ് ജാമുൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇടുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദ മാവ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും മൈദയും പാൽപ്പൊടിയും നെയ്യും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് ആദ്യം നമുക്ക് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് ചെറിയ ചൂടുള്ള പാലാണ് എടുക്കുന്നത്. ഒരുപാട് ചൂടുള്ള പാൽ എടുക്കരുത്, ചെറു ചൂടുള്ള പാലേ എടുക്കാവുള്ളൂ. അപ്പോൾ പാല് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ഒഴിക്കരുത്, ആദ്യം തന്നെ കുറേശ്ശെ ഒഴിച്ച് മാത്രമേ നമ്മളിത് ഇങ്ങനെ കുഴച്ചെടുക്കാവുള്ളൂ. ഇപ്പോൾ ഞാനിത് എല്ലാം നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ചപ്പാത്തി പരുവത്തിന് വേണം നിങ്ങൾ കുഴച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കാം. നമ്മൾ എത്രത്തോളം ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നു അതുപോലെ അത് നല്ല ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ആ നെയ്യുടെ ഒരു മയമൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് തുടങ്ങും. അപ്പോൾ അത് പരുവായെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കണം. അപ്പം നമ്മൾ ബോൾസാക്കി എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് നല്ല ഷേപ്പിലെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിടവ് പോലൊന്നും വരാൻ പാടില്ല, ക്രാക്സ് ഒന്നും വരാൻ പാടില്ല. നന്നായിട്ട് തന്നെ നമ്മൾ ഇത് ബോൾസാക്കി എടുക്കണം. അതുപോലെ ക്രാക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ ഇതുപോലെ ബോൾസാക്കി എടുക്കണം. ഇതുപോലെ ഓരോ ബോൾസാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഗുലാബ് ജാമുനെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും മാവിൽ എനിക്ക് 13 ബോൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ബോൾസാക്കിയാണ് എടുത്തത്. ഇതിനിപ്പോൾ നമ്മൾ വറുത്തെടുക്കുമ്പോഴും അതുപോലെ തന്നെ പഞ്ചസാര പാനിയിലിടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വലുതാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതാക്കിയാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചുള്ള ബോൾസായിട്ട് എടുക്കുക. കുറച്ച് ചെറുതാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം എനിക്ക് ഇവിടെ ഒരു 13 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ വറുത്തെടുക്കാൻ പോവുകയാണ്. നമുക്കിതിനെ വറുത്തെടുക്കാം. ഇപ്പം നമുക്ക് ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള എണ്ണ നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവണം, നന്നായിട്ട് ചൂടാവണം എണ്ണ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗുലാബ് ജാമുൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തീയങ്ങ് ലോയിൽ വയ്ക്കണം. എന്നിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പം ഗുലാബ് ജാമുൻ എല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ സൈഡ് വറുത്ത് കോരണം. അപ്പോൾ ഒരു സൈഡൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രമേ അടുത്ത സൈഡിലേക്ക് ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, അടുത്ത സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളത് മറിച്ചിടണം, അല്ലെങ്കിൽ അടിഭാഗം അങ്ങ് കരിഞ്ഞു പോവും. ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട്, ഇത് പൊട്ടിപ്പോവാതെ തിരിച്ചിട്ട് നമുക്ക് എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഗുലാബ് ജാമുൻ ആയിട്ടുണ്ട്. ഇതുപോലെ കളർ ആവണം. ഇനി നമുക്കിത് ഓരോന്നായി ഇനി കോരി മാറ്റാം. ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മളിങ്ങനെ കോരി മാറ്റണം, ഇല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഗുലാബ് ജാമുൻ എല്ലാം ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായി ചൂടാറണം. നന്നായി ചൂടാറിയ ശേഷം മാത്രമേ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ചേർക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ സമയം ഗുലാബ് ജാമുൻ ഒന്ന് ചൂടാറും. ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് വരണം. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ആ വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇപ്പം ഞാൻ വെള്ള കളറിലെ പഞ്ചസാരയല്ല എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പഞ്ചസാര ലൈനിക്കൊരു ചെറിയ ബ്രൗൺ കളറ്. നന്നായിട്ട് ബ്ലീച്ച് ചെയ്ത പഞ്ചസാരയല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഷുഗർ സിറപ്പിന് ഇങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളർ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതി, ഏത് പഞ്ചസാര ആയാലും കുഴപ്പമില്ല. ഇതുപോലെ വൈറ്റ് കളർ കിട്ടത്തില്ല എന്നേ ഉള്ളൂ, അതിന് വൈറ്റ് കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്കിനി തീ അങ്ങ് കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ ഇത് പഞ്ചസാര അങ്ങ് കുറുകിപ്പോവും. പഞ്ചസാര കുറുകാൻ പാടില്ല. അപ്പോൾ ഈ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു 4 ഏലക്ക അതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമില്ല. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കൊടുക്കും ഗുലാബ് ജാമുന്. അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഏലക്ക ചേർക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം, ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ പഞ്ചസാര ലായനി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണൊരു പരുവം, അതിങ്ങനെ തിളച്ച് വരണം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ ഗുലാബ് ജാമുൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗുലാബ് ജാമുൻ നല്ല ചൂട് മാറിയ ശേഷം, നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ പഞ്ചസാര പാനിയിലേക്ക് ചേർക്കാവൂ. കാരണം നമ്മൾ ചൂടോടുകൂടി ഈ ഗുലാബ് ജാമുൻ പഞ്ചസാര പാനിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ ഗുലാബ് ജാമുൻ അങ്ങ് നന്നായിട്ട് കട്ടിയായി പോവും. അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര പാനി കയറി അത് സോഫ്റ്റ് ആവില്ല. അപ്പോൾ പഞ്ചസാര പാനിക്ക് നല്ല ചൂടും വേണം,
അതേസമയം ഗുലാബ് ജാമുൻ നല്ല തണുത്തും ഇരിക്കണം, അതാണ് ഒരു പരുവം. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഞാനിപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇതൊരു 2 മണിക്കൂർ ഈ ഗുലാബ് ജാമുൻ ഈ പഞ്ചസാര പാനിയിൽ കിടക്കണം. അപ്പോഴേ അത് സോഫ്റ്റ് ആവുള്ളൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങാവുള്ളൂ. 2 മണിക്കൂർ കൂടുതൽ കിടന്നാൽ നല്ലതാണ്, നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോളും. അപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഗുലാബ് ജാമുൻ ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം അത് നല്ല വലുതായിട്ടുണ്ട്. കാരണം പഞ്ചസാര സിറപ്പിലൊക്കെ കിടക്കുമ്പോൾ തന്നെ ആ ബോൾസൊക്കെ കുറച്ച് വലുതാവും. അപ്പം ഞാൻ ചെറിയ ചെറിയ ബോൾസാക്കിയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത്. പക്ഷേ ഇപ്പോൾ അത് പഞ്ചസാര സിറപ്പിൽ കിടന്ന് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.